ഓ നൈസ്. ഇതാണ് യെല്ലോ ഗോസ്റ്റ് എന്ന് പറഞ്ഞ പോർഷെ യെല്ലോ കളർ BE6. ഓ യെല്ലോയ്ക്ക് ഒരു ഭംഗിയുണ്ടല്ലേ, പിന്നെ ഒരു ഭയങ്കര എടുപ്പുണ്ട് സാധനത്തിന്. ഈ ബ്രോയാണ് നമ്മുടെ ഗ്ലാൻസ് ചെയ്തത്. ഹായ് ബ്രോ, ഹായ് പറയൂ. എന്താണ് പണിയുടെ അപ്ഡേറ്റ്? ഇവിടെ ഗ്ലോസി ബ്ലാക്ക് അല്ലേ അല്ലേ? PPF ആണോ അത്? അല്ല, ഇവിടെ ബ്ലാക്ക് കളർ തന്നെ. ബ്ലാക്ക് അല്ലേ? ഇവിടെ ബ്ലാക്കും ബാക്കിയല്ല യെല്ലോയും. എങ്ങനെയുണ്ട് പോലും? ഫെറാറി കിടക്കുന്നത് ഏതല്ലേ? ഈ കാണുന്ന വണ്ടി എടുത്തിട്ട് 2 മാസം 3 മാസം ആയിട്ടുള്ളൂ. നിങ്ങൾ വീഡിയോ എടുത്തല്ലേ? ഇതിന്റെ യൂസർ റിവ്യൂ എടുത്താൽ നിങ്ങൾ യൂട്യൂബിൽ ഓൾറെഡി കണ്ടു കാണും. ഈ കാണുന്ന ബ്ലാക്ക് B6 ആണ്. ഈ കാണുന്ന യെല്ലോ കളർ പോർഷെ ഇൻസ്പയർഡ് ആയിട്ടുള്ള യെല്ലോ കളർ B6 ആവുന്നത്. എന്ത് രസമുണ്ട് നോക്കുക. നിങ്ങൾ ഓൾറെഡി ഇപ്പൊ ഇതിന്റെ വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു കാണും. ഇതാണ് ഇതിന്റെ പണിപ്പുരകൾ. കണ്ടോ, ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? ഉഫ്, എൻ്റെ മോനെ സെറ്റ് കിടു പൊളി പൊളി ഇല്ലേ? നല്ല രസമുണ്ട്. ലൈക്ക് ആ മുകളിൽ നമുക്ക് ഫുൾ മൂൺ റൂഫാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് മുകളിലുണ്ട്. ആൻഡ് ഇവിടെ ഒരു യെല്ലോ ഷെയ്ഡ്, ഈ കാണുന്ന ബ്ലാക്ക്. നമ്മൾ ഈ വണ്ടിയുടെ ഓൾറെഡി ഒരു യൂസർ റിവ്യൂ കാണിച്ചിട്ടുള്ളതാണ്. ആൻഡ് നമ്മൾ യെല്ലോ ഗസ്റ്റിനോട് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഈ വണ്ടിയുടെ ഒരു ഡേ വിത്ത് B6 എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു ഫുൾ ഡേ EV എങ്ങനെ ചാർജ് നിൽക്കും അതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ഇനി കാച്ചറ സെറ്റ് കേട്ടോ. എനിക്ക് ഈ വണ്ടി ഭയങ്കര ഇഷ്ടപ്പെട്ടു. പെർഫെക്റ്റ്, സൂപ്പർ. അതെ, ഇത് നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പ്രശ്നം ഇവിടെ അകത്തെ പുറകില് ചെറിയൊരു പ്രശ്നം. എനിക്ക് ഒട്ടും വണ്ണം കൂടെ ഉള്ളതുകൊണ്ട് അത് ഭയങ്കര പ്രശ്നമാണ്. ഇനി ഇതാണ് B6-ന്റെ പണി നടക്കുന്ന സമയത്ത് സംഭവം. നിങ്ങൾ ഓൾറെഡി റീലൊക്കെ കണ്ടു കാണും. ഇപ്പോൾ ഇഷ്ടംപോലെ ഒരു 10 റീലെങ്കിലും ഈ വീഡിയോ നടക്കുന്ന സമയത്ത് ഇട്ട് കാണും. ഫ്രണ്ടിൽ ബമ്പർ അയച്ചു കഴിഞ്ഞാൽ B6 ഇങ്ങനെ ഇരിക്കും കേട്ടോ. സുന്ദരക്കുട്ടപ്പൻ B6. ക്രഷ് തോന്നുന്നു ഗൈസ്, ക്രഷ് തോന്നുന്നു.